അതുപോലെ തന്നെ NIACL-ഉം വീണ്ടും UIICയും ആൻഡ് OICL ഇതൊക്കെ പലതരം ഇൻഷുറൻസ് എക്സാംസ് ആണ്. ബാങ്കിങ് എക്സാംസ് പോലെ തന്നെയാണ്, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ വരുന്നതാണ്. സോ നിങ്ങളുടെ പ്രൈം ഫോക്കസ് മേ ബി ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീമാണ് SBIയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി തന്നെ എങ്ങനെയെങ്കിലും റിസർവ് ബാങ്കിൽ എത്തണം, അതല്ല റിസർവ് ബാങ്ക് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് SBI എങ്കിലും കിട്ടണം എന്നൊരു ആംഗിളിലാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. മിനിമം എലിജിബിലിറ്റി ഡിഗ്രി എന്ന് വിചാരിച്ചിട്ട് ആ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല സ്പീഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം വരുന്നത്. പ്രൈവറ്റ് ബാങ്ക്സിനെ കുറിച്ച് പറഞ്ഞാൽ പ്രൈവറ്റ് ബാങ്കിൽ തന്നെ ഏറ്റവും നല്ല എല്ലാ വർഷവും വിളിക്കുന്ന എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്ക് എല്ലാ വർഷവും വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കും വിളിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ വിളിക്കുന്നതിന് ഒരു കറക്റ്റ് ടൈമിംഗ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ബാക്കിയുള്ള നമ്മൾ നേരത്തെ കണ്ട എക്സാംസിനൊക്കെ ഏകദേശം ഒരു ടൈം ഉണ്ട്. നമ്മൾ ഒരു ജൂൺ ജൂലൈയിൽ തുടങ്ങി കഴിഞ്ഞാൽ ഹായ് വെൽക്കം ടു എൻട്രി ബാങ്കിങ്. എന്റെ കൂടെ ഇവിടെ ശില്പ മിസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു സെഷനിലും നമ്മുടെ എന്തൊക്കെ ബാങ്ക് എക്സാംസ് ആണ് ഈ ഒരു വർഷം വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കില്ല എന്തൊക്കെയാണ് നമ്മൾ എത്ര എക്സാം ഉണ്ട്. എല്ലാം ബാങ്ക് എക്സാം ആണ്. അതെ, എല്ലാം ബാങ്ക് എക്സാം ആണ്. പലരും ബാങ്ക് മാത്രമേ നോക്കാറുള്ളൂ ബാങ്ക് നോക്കുമ്പോൾ. അപ്പൊ എന്തൊക്കെ നമുക്ക് ബാങ്ക് നോക്കുന്നതിന്റെ കൂടെ എന്തൊക്കെ കൂടെ നോക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരും വിചാരിക്കുന്നത് നമ്മുടെ കുറച്ച് SBI, IBPS, RBI പരിചയമുള്ള കുറച്ച് മാത്രമേ എല്ലാവരും നോക്കാറുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അതല്ലാതെയും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കുറച്ച് പേരുകൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സെബി, അതേപോലെ തന്നെ നമ്മുടെ നബാർഡ് ഉണ്ട്. അങ്ങനെ കുറെ അതേപോലത്തെ ഒരുപാട് വേറെയും നമ്മുടെ ബാങ്ക് പ്രിപ്പയർ ചെയ്താൽ എഴുതാൻ പറ്റുന്ന വേറെയും ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഈ വർഷം വരാതിരിക്കുന്നത്, അതൊക്കെ ഏകദേശം എപ്പോഴത്തേന്ന് വരും എന്നൊക്കെയുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇത്. അപ്പൊ നമുക്കിത് മൊത്തം ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീമാണ് SBIയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി തന്നെ എങ്ങനെയെങ്കിലും റിസർവ് ബാങ്കിൽ എത്തണം, അതല്ല റിസർവ് ബാങ്ക് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് SBI എങ്കിലും കിട്ടണം എന്നൊരു ആംഗിളിലാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. ഇത് കൂടാതെ തന്നെ എല്ലാവരും വളരെ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് എക്സാംസ് ആണ്. ഒന്ന് IBPSന്റെ എക്സാമും അതുപോലെ തന്നെ IBPSന്റെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാമും. IBPS തന്നെയാണ് റീജിയണൽ റൂറൽ ബാങ്ക് നടത്തുന്നത്. അപ്പൊ അവിടെയും ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, IBPSും RRBയും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. IBPS നടത്തുന്നത് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിന്റെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു എക്സാം നടത്താറുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാംസ് സെപ്പറേറ്റ് ആയിട്ട് നടത്താറുണ്ട്. അതിന്റെ ക്ലർക്കിനും POയ്ക്കൊക്കെ സെപ്പറേറ്റ് നടത്താറുണ്ട്. പിന്നെ ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബിക്കോസ് ഒരുപാട് പേരും വിചാരിക്കുന്നത് ഈ ഒരു എത്ര എക്സാംസേ ഉള്ളൂ, ഇത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അല്ല. നമ്മുടെ ബാങ്കിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസിന്റെ എക്സാമിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇമ്പോർട്ടന്റ് എന്താണ്, നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയണം, അത് അപ്ലൈ ചെയ്യണം, അത് എഴുതണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് നമ്മൾ ഇപ്പം കണ്ട പോലെ തന്നെ നബാർഡും അതുപോലെ തന്നെ സെബി പോലത്തെ ഒക്കെ റെഗുലേറ്ററി ബോഡീസിന്റെ എക്സാംസും വരാറുണ്ട്. അതിന്റെ പാറ്റേണും നമ്മുടെ ഈ പറയുന്ന ബാങ്കിന്റെ എക്സാംസിന്റെ അതേ സിലബസിൽ തന്നെയൊക്കെയാണ് പോകുന്നത്. ചെറിയ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ടെങ്കിലും സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഒരുപാട് പേരും ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയുന്ന, ഈവൻ അറിയാമെങ്കിൽ പോലും ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു ഏരിയ ആണ് പ്രൈവറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള ബാങ്ക് ഉണ്ടല്ലോ, ഗവൺമെന്റ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ബാങ്ക് നോക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്നത്. പക്ഷെ അറിഞ്ഞിരിക്കുക, പല പ്രൈവറ്റ് ബാങ്ക്സിന്റെ സാലറീസ് ഈവൻ നമ്മുടെ ഇവിടെ IBPSൽ കിട്ടുന്നേക്കാളും കൂടുതലുള്ള സാലറി കിട്ടുന്ന ബാങ്ക്സ് ഉണ്ട്. ഇപ്പം വർക്കൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. അപ്പം പ്രൈവറ്റ് ബാങ്ക്സിന്റെ എക്സാംസ് വരുമ്പോൾ എസ്പെഷ്യലി ഫെഡറൽ ബാങ്ക് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലത്തെ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ഒരിക്കലും മിസ് ആക്കില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക, ഒരു ട്രൈ കൊടുത്തു നോക്കുക ഉറപ്പായിട്ട്. എന്തായാലും പഠിക്കുന്നതൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ പിന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാങ്ക് എക്സാംസ് എന്നും അതിൻ്റെ കുറച്ച് കാറ്റഗറീസും ക്ലാസിഫിക്കേഷൻസും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാവരും എപ്പോഴും സാറ് പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്യുന്നത് SBIയിലാണ്. സോ SBIയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടാവുക PO എക്സാം അല്ലേ, പ്രൊബേഷണറി ഓഫീസറിൻ്റെ എക്സാം, പിന്നെ ക്ലർക്കിൻ്റെ എക്സാം, പിന്നെ കേട്ട് വരുന്ന ഒരു പേരാണ് SO എക്സാം, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അല്ലേ സാർ. അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് ഡിഗ്രി ആണ് വേണ്ടതെങ്കിൽ ഇവിടെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രീസ് അല്ലേ രണ്ടും എല്ലാവരും എഴുതാറുണ്ട്, വളരെ കോമൺ ആണ്. പക്ഷെ ഒരുപാട് പേരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ബിക്കോസ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണ്, സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് ഇപ്പൊ ഞാൻ ലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോയുടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം പുറത്തുനിന്ന് വന്ന് വേറെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്ത ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ല. സോ അവിടെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ വളരെ കുറവാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഓഫീസർ പോസ്റ്റ് തന്നെയാണ് നമ്മുടെ PO പോലെ തന്നെ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഇത് അറിയാത്തത് കൊണ്ട് മിസ് ഔട്ട് ആയി പോകരുത് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അതുപോലത്തെ തന്നെ നമുക്കറിയാം IBPS കീഴിലും ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് എക്സാംസ് വരുന്നത്. POയും SOയും ക്ലർക്ക് എക്സാംസും ആണ്. പിന്നെ വരുന്നത് RRBയിലാണ്. സോ RRBയിൽ ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം അങ്ങനെ വരാറില്ല. ഇവിടെ POയും ക്ലർക്കുമാണ് കൂടുതലായിട്ട് വരുന്നത്, പ്രൊബേഷണറി ഓഫീസറും ക്ലർക്കും. പിന്നെ RBIയിൽ വരുന്നത് അറിയാം, RBIയുടെ ഗ്രേഡ് B എക്സാമിനേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എക്സാമിനേഷനും. അപ്പോൾ ഇതെല്ലാം തന്നെ ഏകദേശം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിമിലർ സിലബസിൽ പോകുന്ന സിമിലർ പാറ്റേൺ വരുന്ന എക്സാംസ് ആണ്. പേ ഔട്ട് എന്ന് പറയുമ്പം ഇതിന് ചിലതിൽ നല്ല പേ ഔട്ടാണ് വരുന്നത്. അതെ, 1 lakh അബൌവിലേക്ക് പോകും അല്ലേ. നമ്മുടെ ഈ ഒരു RBI ഗ്രേഡ് ബി എന്നൊക്കെ പറയുമ്പോൾ തന്നെ സംതിങ് അറൌണ്ട് 1,15,000 എന്തായിരുന്നു ഈ ഒരു DAയുടെ മുമ്പിലുള്ള DA കൂടുന്നതിന് മുമ്പുണ്ടായിരുന്ന സാലറി. അപ്പൊ ഇപ്പം അതിലും കൂടുതലായിരിക്കും. അതുകൂടാതെ വേറെ ഒരുപാട് അലവൻസുകൾ വേറെയും വരുന്നുണ്ട്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇൻഷുറൻസ് എക്സാംസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ അതിന്റെ ലിസ്റ്റും ഇവിടെ എല്ലാവർക്കും അറിയാം. LICക്ക് ഒന്നും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ അറിയുന്നതാണ്. അതുപോലെ തന്നെ NIACLും വീണ്ടും UIICയും ആൻഡ് OICL ഇതൊക്കെ പലതരം ഇൻഷുറൻസ് എക്സാംസ് ആണ്. ബാങ്കിങ് എക്സാംസ് പോലെ തന്നെയാണ്, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ വരുന്നതാണ്. സോ നിങ്ങളുടെ പ്രൈം ഫോക്കസ് മേ ബി ബാങ്കിങ് ആണെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. കാരണം എവിടെയാണ് നമുക്ക് ഫസ്റ്റ് പ്ലേസ്ഡ് ആവാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ വരുമ്പോഴും എല്ലാവർക്കും അറിയാവുന്നത് LIC അറിയാം, പക്ഷെ വേറെ ഇൻഷുറൻസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതേപോലെ LIC പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് ആണ് ബാക്കിയുള്ളതൊക്കെ. അവർ അതിനും വളരെ നല്ല പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ബാങ്കിങ്ങിന്റെ ബെനിഫിറ്റ്സ്. അപ്പം ഈ ഒരു ബാങ്ക് എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ബാങ്ക് നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്, SSC എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്. ബാങ്കിലേക്ക് വന്ന് അവിടെ വരുന്ന കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് തന്നെ നമ്മുടെ ഡെഫിനറ്റ്ലി സാലറി തന്നെയാണ്. സാലറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്ലർക്കൽ ലെവൽ പറയുവാണെങ്കിൽ ഏറ്റവും മിനിമം വരുന്ന ഒരു സാലറി എന്ന് പറയുന്നത് അറൌണ്ട് 37,000 അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സാലറി എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു പേ നമ്മുടെ ഇപ്പൊ അവിടെ എഴുതിയേക്കുന്ന പേ എന്ന് പറയുന്നത് ഒരു ജനറലി എല്ലാവരും എഴുതുന്ന ക്ലർക്ക് ടു പിയോടെയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ പേ ഉള്ളതുണ്ട്. നമ്മളിപ്പം പറഞ്ഞിരുന്നു RBIയുടെ ഗ്രേഡ് ബി. ഇതിപ്പം നമ്മളിവിടെ 80,000 പ്ലസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പേ ഒക്കെ ആർക്കാ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ SBIയുടെ പ്രൊഫഷണറി ഓഫീസർ, അതുപോലെ IBPS POയുടെയും ഏകദേശം ഇതിന്റെ അടുത്തുള്ളൊരു പേ ഒക്കെ വരുന്നത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നബാർഡിന്റെ അസിസ്റ്റന്റ് മാനേജർ ആയാലും RBIയുടെ ഗ്രേഡ് ബി ഒക്കെ ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പേ എന്ന് പറയുന്നത് 1 lakh പ്ലസ് ആണ് അവിടെ പേ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വളരെ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ ഇട്ടിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് കൂടാതെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഇത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു നല്ല സ്റ്റഡി കരിയർ ഗ്രോത്ത് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. ഇവൻ SBIയിൽ തന്നെ നമ്മളൊരു PO ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെ നല്ലൊരു കരിയർ ഗ്രോത്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എംപ്ലോയി ബെനിഫിറ്റ് സ്കീംസ്, ഒരുപാട് സ്കീംസ് ഉണ്ട് നമുക്ക് എംപ്ലോയീസിന് വേണ്ടി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരുപാട് അലവൻസുകളുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത്. നിങ്ങൾക്കറിയാം ഓൾറെഡി ഉള്ള DRH അതൊക്കെ DA HRA കൂടാതെ പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പെട്രോൾ അലവൻസ് ഉണ്ട്, ന്യൂസ് പേപ്പർ അലവൻസ് ഉണ്ട്, സോഫ വാങ്ങിക്കാനുള്ള അലവൻസ് ഉണ്ട്, നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ബാഗ് വാങ്ങിക്കാനുള്ള അലവൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ അലവൻസുകളാണ് വരുന്നത്. പിന്നെ പല അലവൻസുകളും 6 മാസത്തിലോ 1 വർഷത്തേക്കോ ഒരിക്കലൊക്കെ കിട്ടാറുള്ളൂ, ചിലതൊക്കെ 3 വർഷത്തേക്ക് ഒരിക്കലേ കിട്ടാറുള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് അലവൻസുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് സ്ട്രോങ് യൂണിയൻ പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് അവിടെ യൂണിയന്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി വരുന്നുണ്ട്. അതുകൂടാതെ 2nd and 4th സാറ്റർഡേ ഹോളിഡേ ആണ്. ഇത് കൂടാതെ എല്ലാ സാറ്റർഡേസും ഹോളിഡേ വേണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പേരും വിചാരിക്കുന്ന ഒരു 5-6 എക്സാംസേ ഉള്ളൂ. IBPS, SBI, RBI, RRB എന്ന് പറഞ്ഞൊരു ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലർക്കും PO വെച്ച് എടുക്കുമ്പോൾ ഒരു 8 എക്സാം ഒക്കെ ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാംസ് എല്ലാം എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ 20 കൂടുതൽ എക്സാംസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്കവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. ഈ ഒരു 8 എക്സാം മാത്രമല്ല വരുന്നത്. ആൻഡ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ SSCയിലൊക്കെ പഠിക്കുന്ന പോലെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, അതുപോലെ ജോമെട്രി അങ്ങനെയുള്ള വലിയ ടോപ്പിക്സ് ഒന്നും ഇതിൽ അങ്ങനെ ഒന്നും ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. വളരെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് കൂടിയാണ് നമ്മുടെ ബാങ്കിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഒരു ബാങ്കിങ് എക്സാംസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിങ് ജോബിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്.
ഇനി നമ്മുടെ മേജർ ആയിട്ടുള്ള പോസ്റ്റുകളും അതിൻ്റെ ചെറിയ രീതിയിലുള്ള റോൾസിൻ്റെയും കൂടെ കാര്യങ്ങളാണ്. സോ അപ്പം PO ആണ് എപ്പോഴും ഫെമിലിയർ ആയിട്ട് നമുക്ക് വരുന്നത് അല്ലേ, ഒരു ബാങ്കിന്റെ ഓൾ ഇൻ ഓൾ ഓപ്പറേഷൻസും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. സോ അതും സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രീമുകളിലേക്ക് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ കോൾ ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ ക്ലർക്ക് എല്ലാവർക്കും അറിയാം, ക്ലറിക്കലായിട്ട് നമ്മളിപ്പം ബാങ്കിൽ പോയാൽ ഫസ്റ്റ് കാണുന്നതും അതെ, നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും ഏറ്റവും ഫെമിലിയാരിറ്റി ഈ പോസ്റ്റിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാങ്കിങ് എക്സാംസിൻ്റെ ഫേസസ് ആണ്. സോ ബാങ്കിങ് എക്സാംസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഒരു പ്രിലിംസും പിന്നെ മെയിൻസും ആണ്. പിന്നെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അത് പക്ഷേ എല്ലാ പോസ്റ്റിലേക്കും ഇല്ലല്ലേ സർ, ഓഫീസർ പോസ്റ്റിലേക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ വരുന്നുള്ളൂ. സോ അപ്പോൾ പ്രിലിംസിൽ വരുന്ന സബ്ജക്റ്റുകൾ തന്നെ കുറച്ച് രൂപം മാറിയിട്ടാണ് നമ്മുടെ മെയിൻസിലേക്ക് വരുന്നത്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, എന്തോ ചില എക്സാംസിന് ചിലത് അഡീഷൻ ആയിട്ട് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് നമുക്ക് സാറ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ 3 സ്റ്റേജസിലൂടെയാണ് പൊതുവെ ബാങ്ക് എക്സാംസും നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് എക്സാംസും എല്ലാം ഇതേ പ്രൊസീജിയറിലാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് അതിന്റെ സബ്ജക്ട്സ് ഒക്കെയാണല്ലേ സാർ നോക്കുന്നത്. നമുക്ക് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു 3 സബ്ജക്ട്സ് ആണ് ഇത്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും. ഈ ഒരു 3 സബ്ജക്ട് നമുക്ക് പ്രിലിംസിനും ഉണ്ട് മെയിൻസിനും ഉണ്ട്. ഇനി എന്താണ് മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അഡീഷണൽ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർലി പറയുകയാണെങ്കിൽ ജനറൽ അവയർനെസ്സും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അവയർനെസ്സും ആണ് നമുക്ക് അവിടെ അഡീഷണൽ പഠിക്കാൻ വേണ്ടി വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ ആണ്, ബിക്കോസ് ഇതാണ് നമ്മുടെ കൈൻഡ് ഓഫ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് എന്നും പറയാറുണ്ട്. ഇത് മെയിൻസിൽ മാത്രം വരുന്നത്. അതെ, അത് മെയിൻസിന് മാത്രമാണ് നമുക്കത് വരുന്നത്. അപ്പോൾ മെയിൻസിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളത് ഫോക്കസ് ചെയ്താൽ മതി. ഇനി കമ്പ്യൂട്ടർ നമുക്ക് എല്ലാ എക്സാംസിനും ഇല്ല, നമുക്ക് ചില റെയർ എക്സാംസിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RRBയുടെ എക്സാം, റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാംസിനൊക്കെ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, കമ്പ്യൂട്ടർ വരുന്നുള്ളൂ. അപ്പോൾ അതും നമുക്ക് എല്ലാ എക്സാംസിനും ഇല്ല. അപ്പോൾ എല്ലാ എക്സാംസിനും എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 മാത്രമാണ് നമുക്ക് എല്ലാ എക്സാംസിനെയും മെയിൻസിലേക്ക് വരുമ്പോൾ വരുന്നത്. പ്രിലിംസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു 3 സബ്ജക്ട്സ് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് ആണ് ഇവിടെ നോക്കുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മൾ ഏകദേശം 21 ടോപ്പിക്സ് ഉണ്ട് എന്ന് വിചാരിച്ച് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ ബോർഡ് മാത്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നതല്ലേ ഈ ബോർഡ് മാത്സും കാര്യങ്ങളൊക്കെ. സോ അങ്ങനത്തെ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു 5th തൊട്ട് 10th വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്സിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അല്ലാതെ +1 +2 ഡിഗ്രി അങ്ങനത്തെ ഒന്നുമില്ല. സോ മിനിമം എലിജിബിലിറ്റി ഡിഗ്രി എന്ന് വിചാരിച്ചിട്ട് ആ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല സ്പീഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാത്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നോർമൽ സോൾവ് ചെയ്യുന്നതിനേക്കാളും ആ ഷോർട്ട് കട്ട്സിനും അതിലൊക്കെയാണ് ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും റീസണിങ്ങിൻ്റെ സിലബസ്. റീസണിങ്ങിലാണെങ്കിൽ പൊതുവെ മറ്റ് എക്സാംസിന് വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ടോപ്പിക്സ്, ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ടോപ്പിക്സ് കുറവാണ്. പിന്നെ ഇപ്പോൾ പസിൽസ് ഒക്കെ കാണുകയാണെങ്കിൽ ഒരു പസിലിൽ നിന്ന് തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടാക്കിൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ് അറിയാമെങ്കിൽ അറ്റ് 1 ഷോട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആകാനൊക്കെ പറ്റും. അപ്പോൾ ടോപ്പിക്സും ഒന്നും അത്ര ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ പറ്റില്ല ബാങ്കിങ്ങിൻ്റെ ടോപ്പിക്സ്. സർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ ഈസിയാണ് ബാങ്കിങ്ങിൻ്റെ, നമുക്ക് എഴുതി തീർത്ത് മാർക്ക് നേടാൻ എളുപ്പമാണ്. അതെ, പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ ചില ടോപ്പിക്സ് നല്ലപോലെ ഫോക്കസ് ചെയ്താൽ നമുക്ക് അവിടെ തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും, നമുക്ക് പസിലിൽ നിന്ന് എന്തായാലും 2 സെറ്റ് ക്വസ്റ്റിനും സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് 1 സെറ്റിന് വരും. ഇനി ഓരോ സെറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വെച്ച് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് 3 × 5 നമുക്ക് 15 ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ റീസിലും 35 ക്വസ്റ്റ്യനിലും നമുക്ക് വരുന്നത് ഇവിടുന്ന് മാത്രമാണ് വരുന്നത്. അപ്പൊ 2 ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1/3 ഓഫ് ദ ടോപ്പിക്കും കവർ ആവുന്നുണ്ട്. 1/3 അല്ല, അതിൽ കൂടുതൽ കവർ ആവുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത് ബാക്കി വരുന്നത്. ഡെഫിനറ്റ്ലി. സോ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആണ്. സോ അതും അതേപോലെ തന്നെ. അപ്പോൾ നമുക്കറിയാം പൊതുവെ ബാങ്കിങ്ങിൻ്റെ ഒക്കെ മാത്സിൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷിൽ നിന്നൊക്കെയാണ്. കാരണം ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ക്വസ്റ്റ്യൻ കാണുന്നു, നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, അല്ലാതെ അവിടെ കാൽക്കുലേഷനോ അങ്ങനെ ഒരു ടൈം ലാഗ് വരേണ്ട ഒരു കാര്യമില്ല. പിന്നെ പൊതുവെ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ആസ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ സാധാരണ വരുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമിലർ മീനിങ് വേർഡ്സും ഓപ്പോസിറ്റ്സും അതുപോലെ തന്നെ
നമ്മുടെ വൊക്കാബുലറി ടെസ്റ്റ് ഒക്കെയാണ് വരുന്നത്. ചിലപ്പോൾ എറർ സ്പോട്ടിംഗ് ഉണ്ടായിരിക്കും, എററിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ പാരാ ജംബ്ലിംഗ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബേസിക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. ഇനി അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ സബ്ജക്റ്റ് മനസ്സിലായി, ടോപ്പിക്സ് ഒക്കെ മനസ്സിലായി. ഇനി നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ബേസിക്കലി എങ്ങനെ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അല്ലേ സർ? നമുക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഇല്ലാതെ നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് പോലെ ആയിപ്പോവും. പക്ഷേ നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഷോർട്ട് കട്ട്സും നിങ്ങൾക്കത് മനസ്സിലാക്കി പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാങ്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ് ഡെഫിനറ്റ്ലി. സോ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാൻ അറിയണം, റോങ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ അറിയണം, കറക്റ്റ് ഓപ്ഷനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ട്രിക്സ് അറിയണം. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ സ്മാർട്ട് അപ്രോച്ചസ് എന്ന് പറയുന്നത്. സോ അപ്പം ടോപ്പ് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനെ ലീവ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി വേണം അല്ലേ? ഇല്ലെങ്കിൽ എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചാലും അതും ശരിയാവില്ല. സോ സ്മാർട്ട് അപ്രോച്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ബാച്ചസും ഓൾറെഡി നമ്മുടെ എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നല്ല ഗൈഡൻസോട് കൂടി പഠിക്കാമെന്ന് തന്നെയുള്ളതാണ്. നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് സ്വന്തം കുത്തിയിരുന്ന് പഠിച്ച് നമ്മൾ റിസർച്ചിനൊക്കെ പഠിക്കുന്നത് പോലെ ചെയ്തിട്ട് കാര്യമില്ല. സോ നല്ല ഗൈഡൻസോടുകൂടി മെൻറ്റർഷിപ്പോടുകൂടി പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നമ്മുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ്ങിൻ്റെ പല എക്സാംസിൻ്റെയും ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ പറയാം അല്ലേ സാർ? ഇനി നെക്സ്റ്റ് നമ്മൾ എക്സാംസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സെഷൻ തന്നെ കംപ്ലീറ്റ്ലി ഇനി വരാനിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അവർക്ക് എക്സാംസ് ഉണ്ട് എന്നറിയാമെങ്കിൽ ഏതൊക്കെ എക്സാംസ് അത് ഏത് ഓർഡറിലാണ് വരുന്നത് എന്നുള്ളത് ഒരു വലിയ ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും ശരി ബാക്കിയുള്ളവരെല്ലാം ശരി ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അപ്കമിങ് എക്സാംസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വർഷവും ബാങ്ക് എക്സാംസിൻ്റെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. റിസർവ് ബാങ്കിന്റെ RBI ഗ്രേഡ് ബിയുടെ എക്സാം വെച്ചാണ് നമ്മുടെ ഈ ഒരു എക്സാംസ് സ്റ്റാർട്ട് ആവുന്നത്. വൺസ് നമ്മുടെ RBI ഗ്രേഡ് ബിയുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ്ലി ബാങ്ക് എക്സാംസിന്റെ ഒരു സീസൺ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. വർഷം അവസാനം വരെയും പിന്നെ ഫുള്ള് ബാങ്ക് എക്സാംസ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് യൂഷ്വലി ആദ്യമേ വിളിക്കുന്ന ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IBPSന്റെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്, അതാണ് RRB ആണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്ലർക്കും അതുപോലെ തന്നെ POയും ഈ രണ്ട് പോസ്റ്റിനാണ് അവിടെ വിളിക്കുന്നത്. ഇനി അതേപോലെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതിന്റെ തൊട്ട് പറയാൻ നമുക്ക് എന്തിനും നോട്ടിഫിക്കേഷൻ വരും, IBPSന് നോട്ടിഫിക്കേഷൻ വരും. അവിടെയും നമുക്ക് അതേ ക്ലർക്കും POയുടെയും നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് SBIയുടെ നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് SBIയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് ആ ഒരു ജൂനിയർ അസോസിയേറ്റ് അല്ലെങ്കിൽ ക്ലർക്കിന്റെ ആ ഒരു വേക്കൻസിയും പ്ലസ് നമ്മുടെ പ്രൊബേഷണറി ഓഫീസറുമാണ് നമുക്ക് അവിടെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതൊരു പ്രോപ്പർ ഓർഡറിലാണ് പോകുന്നത്. RBIയിൽ തുടങ്ങുന്നു, പിന്നെ RRBയിൽ പോകുന്നു, IBPSൽ പോകുന്നു, SBIയിൽ പോകുന്നു. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട്, RBI അസിസ്റ്റന്റ്. ഇവരുടെ ഡ്രീമാണ് RBI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. എന്നുണ്ടാ RBI ഗ്രേഡ് ബി ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബിക്കോസ് RBI ഗ്രേഡ് ബി എന്ന് പറഞ്ഞാൽ ബാങ്ക് എക്സാംസിൽ തന്നെ ഒരു എന്താ പറയുക ബാങ്കിന്റെ സിവിൽ സർവീസ് പോലത്തെ ഒരു എക്സാമാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ക്ലർക്ക് ലെവൽ എക്സാമാണ്. പക്ഷേ ഈ ക്ലർക്ക് ലെവൽ എക്സാം എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു അറൌണ്ട് ഒരു 60,000 അടുപ്പിച്ച് വരുന്ന ഒരു സാലറിയാണ് അവിടെ RBI അസിസ്റ്റന്റിന് വരുന്നത്. അപ്പം അതും ഒരു ക്ലർക്കൽ പോസ്റ്റ് ആണ് ബാക്കിയുള്ള ബാങ്ക് എക്സാംസ് പോലെ തന്നെ. പക്ഷെ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ഒരു ക്ലർക്കൽ പോസ്റ്റിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അറൌണ്ട് 37 to 40 ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ക്ലർക്കൽ പോസ്റ്റിന് കിട്ടുന്നത് ഓൾമോസ്റ്റ് 60 ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആ ബാങ്ക്സിലെ ഒരു POയ്ക്ക് കിട്ടുന്ന സാലറിന്റെ ഏകദേശം അത്രത്തോളം തന്നെ ഇവിടെ വരുന്നുണ്ട് ഈ RBIയുടെ അസിസ്റ്റന്റ് ഒരു പോസ്റ്റിൽ വരുന്നുണ്ട്. സോ അതൊരു വളരെ നല്ല പോസ്റ്റാണ്. ഇനി വേക്കൻസീസ് കുറവാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക ഇൻ ഫ്യൂച്ചർ വരുന്ന സമയത്ത്. ഇനി ഇത്രയേ ഉള്ളൂ, ഇത്രയല്ല ഉള്ളത്. ഇതല്ലാതെ വേറെയും ഒരുപാട് എക്സാംസ് നടക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ എക്സാംസ് നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ലോയോ അഗ്രികൾച്ചറോ IT ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഡിഗ്രിക്ക് അതൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു എക്സാംസ് വരുമ്പോൾ അവിടെയും ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ഒരുപാട് പേരും ട്രൈ ചെയ്യാത്തൊരു ഏരിയ ആണ് ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കുറയുകയാണ്. ഇപ്പം ഞാൻ ലോ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് മാത്രമേ അവിടെ ആ ലോയുടെ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്ന് വന്ന വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ച ആൾക്ക് വന്ന് നമ്മൾ ക്ലർക്കോ POയോ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ വന്ന്
ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കോമ്പറ്റീഷൻ അതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. സോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെയും വരുന്നത്. ആൻഡ് ഇതും ഒരു ഓഫീസർ ലെവൽ പോസ്റ്റ് ആണ്, നമ്മുടെ പ്രൊഫഷണൽ ഓഫീസർ പോലെ തന്നെ. പിന്നെ നമ്മുടെ അതേപോലെ തന്നെ നബാർഡിൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജറിന്റെ ഒക്കെ വേക്കൻസിക്ക് വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാലറി നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഓൾമോസ്റ്റ് ഒരു 1 lakh പ്ലസ് ആണ് അവിടെയും വരുന്ന സാലറി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ്, ഇപ്പം NICL ആയാലും LIC ആയാലും അവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന് വിളിക്കാറുണ്ട്. ഇതിന്റെയൊക്കെ സാലറി വരുന്നത് ഓൾമോസ്റ്റ് ഒരു 70,000 പ്ലസ് ആണ് നമ്മുടെ ഇതിന്റെയൊക്കെ സാലറി വരുന്നത്. അതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ബാങ്കിന്റെ എക്സാമിന്റെ അതേ സിലബസും പാറ്റേണിലാണ് ഏകദേശം അത് പോകുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ നേരത്തെയും നമ്മുടെ പ്രൈവറ്റ് ബാങ്ക്സിനെ കുറിച്ച് പറഞ്ഞത്, പ്രൈവറ്റ് ബാങ്കിൽ തന്നെ ഏറ്റവും നല്ല എല്ലാ വർഷവും വിളിക്കുന്ന എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്ക് എല്ലാ വർഷവും വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കും വിളിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ വിളിക്കുന്നതിന് ഒരു കറക്റ്റ് ടൈമിംഗ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ബാക്കിയുള്ള നമ്മൾ നേരത്തെ കണ്ട എക്സാംസിനൊക്കെ ഏകദേശം ഒരു ടൈം ഉണ്ട്. നമ്മുടെ ഒരു ജൂൺ ജൂലൈയിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വർഷം അവസാനം വരെ ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് എപ്പം വേണമെങ്കിലും വരാം. അതാണ് ഈ ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യല്ലേ, സ്റ്റോപ്പ് ചെയ്യല്. നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർത്തല്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ വരാവുന്നതാണ്. ആൻഡ് വളരെ നല്ല പോസ്റ്റ്, മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറെ കൂടി നല്ല പോസ്റ്റുകൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ പിന്നെ നമുക്ക് അതർ ഇൻഷുറൻസ് എക്സാംസും വേറെ ബാങ്കിന്റെ എക്സാംസും അതുപോലെ തന്നെ വേറെ നേരത്തെ പറഞ്ഞുള്ള നമ്മുടെ സെബിയും അതേപോലത്തെ റെഗുലേറ്ററി ബോഡീസിന്റെ എക്സാംസ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ വർഷം വിളിക്കാനിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരു 20-നേക്കാളും കൂടുതൽ എക്സാംസ് നമുക്കുണ്ട്. ഇതൊരു ജൂൺ ജൂലൈ തൊട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു 6-7 മാസത്തിന്റെ ഇടയ്ക്ക് നമുക്ക് 20 കൂടുതൽ എക്സാംസ് ആണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ഗോളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇടയ്ക്ക് ഒരു ബ്രേക്ക് പോലും എടുക്കാതെ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ബിക്കോസ് നിങ്ങൾ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് ആ ഒരു എക്സാമിന്റെ പരിപാടി തീരും. ബിക്കോസ് ബാങ്ക് എക്സാംസ് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 6-7 മാസത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് പേര് 5-6 ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ അഡീഷണലി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ കുറേ എക്സാംസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെങ്കിൽ എല്ലാ എക്സാംസ് ആണ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്കമിങ് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള ഒരു PDF നിങ്ങൾക്ക് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂഡ് ആയിട്ടുള്ള PDF ആണ്. നിങ്ങൾ മിസ്സാക്കി കളയരുത്. കാരണം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും അല്ലേ. സോ നിങ്ങൾ അതിനെ വരുത്താതെ പലരും പല സ്ഥലങ്ങളിൽ നിന്നാണ് നോക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് നല്ലപോലെ കിട്ടുവാണെങ്കിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും. അതെ, നല്ലൊരു ഐഡിയ കിട്ടും ഇതിനെ പറ്റിയിട്ട്. 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു PDF. അപ്പോൾ അതെന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു സ്മാർട്ട് അപ്രോച്ചസ് ആണ് എപ്പോഴും ബാങ്കിങ് ജോബ്സിൽ നമ്മളെ ലാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സസ് ഓൾറെഡി റണ്ണിങ് ആണ്. സോ ഓരോ എക്സാംസിനും കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ മേ ബി 2 വീക്സ് കൂടുമ്പോൾ പുതിയ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കോഴ്സസിൻ്റെയൊക്കെ ഓഫർ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടും ഈ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കാഡമിക് കൗൺസിലറുമായിട്ടൊരു ഫ്രീ സെഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ലൈവ് ക്ലാസ്സിലൊക്കെ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാം എന്തുമാത്രം ഡിഫറൻസ് ആണ് വരുന്നതെന്ന്. റെക്കോർഡഡ് ക്ലാസ്സിന് പിന്നെ എന്തായാലും ഫുൾ ആക്സസ് ഉണ്ട്. അതെ, ലൈവ് ക്ലാസ്സസ് കിട്ടും. ഇതിനുശേഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെയും മെന്റർ സപ്പോർട്ട് ഉണ്ട്. അതെ, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഡയറക്ട്ലി മെന്റേഴ്സിന് ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് സെഷനിൽ ഫാക്കൽറ്റീസുമായിട്ടും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇഷ്ടം എല്ലാ നോട്ട്സും ഹാൻഡ് റിട്ടൺ നോട്ട്സ് അടക്കമുള്ള PDFs കിട്ടും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ക്വിസസും എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾ വെച്ചാൽ മതി. സോ ഇതൊക്കെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ നമ്മൾ ജസ്റ്റ് മടി കാണിച്ചത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിഗ്രറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു സർ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.